നമസ്തേ, ഡോക്ടർ ജെന്നിയാണ്. ഇന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഇപ്പോഴുള്ള ലൈഫിൽ വളരെയധികം തൃപ്തി കണ്ടെത്താറുള്ളവരല്ല. എല്ലായ്പ്പോഴും കമ്പയർ ചെയ്യും. അപ്പോൾ അവരൊക്കെ നോക്കി എത്ര രസമായിട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. പിന്നെ ജോലിയിൽ കൂടെ വർക്ക് ചെയ്യുന്നവരായിട്ട്, ഹയർ ഓഫീസേഴ്സുമായിട്ട്, ഇനി ഫാമിലിയിലുള്ള ബന്ധുക്കളൊക്കെ ആയിട്ട്, മറ്റ് കുടുംബങ്ങളിലെ ആളുകളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്ത് നമ്മുടെ ഇത് പോരാ എന്ന് പറയുന്നൊരു തോന്നലിലേക്ക് സ്വയം വരികയും പലപ്പോഴും ആ തോന്നലിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ ചെയ്യുന്ന രീതിയിൽ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, അവരെ പോലെ വസ്ത്രം ധരിക്കുക, അവരെ പോലെ പെരുമാറാനായിട്ട് ശ്രമിക്കുക, അവരെ പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയിൽ അവർ എത്ര രസമായിട്ടാണ് പോകുന്നത്, അപ്പോൾ ഞാനും ആ ജോലി ചെയ്ത് നോക്കട്ടെ, അവനൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും ചെയ്തു നോക്കട്ടെ. ഇങ്ങനെ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു അഭിരുചി എന്തിലാണോ, എന്ത് തരത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ മുഴുകുമ്പോഴാണ് നമുക്ക് സ്വയം സന്തോഷവും സമാധാനവും തൃപ്തിയും ലഭിക്കുന്നത് എന്നുള്ളതിലേക്ക് ചിന്ത ചെലുത്താതെ എപ്പോഴും പുറത്തേക്ക് മാത്രം കണ്ണുകളെ തുറന്നു വയ്ക്കും. ഉള്ളിലേക്ക് കൂടി കണ്ണിനെ തുറന്നു വെക്കേണ്ടതുണ്ട്, ഉള്ളിലേക്ക് കൂടി തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്, എൻ്റെ അഭിരുചി എന്താണ് എന്ന് ഞാൻ അറിയേണ്ടതില്ലേ? അതറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായിട്ട് മുന്നോട്ട് ജീവിച്ചാൽ മാത്രമല്ലേ, അല്ലെങ്കിൽ കാര്യങ്ങൾ നീക്കിയാൽ മാത്രമല്ലേ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷവും വിജയവും ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഒരു ഉദാഹരണത്തിന് ഒരു വൃക്ഷത്തിലെ ഒരു ഇലയെ സങ്കല്പിക്കൂ. ആ ഇലയുടെ അഭിരുചി എന്ന് പറയുന്നത് അത് ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തി ആ വൃക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുക, ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ ഇലയുടെ അഭിരുചി. പക്ഷേ വൃക്ഷത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ അതിലുള്ള വൃക്ഷത്തിലുള്ള പൂക്കളെ നോക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള പൂക്കളാണത്, എത്ര മനോഹരമാണ് ആ നിറം, എത്ര നല്ല സുഗന്ധമാണ് ആ പൂക്കളിൽ നിന്ന് വരുന്നത്. എല്ലാവർക്കും ആ പൂക്കൾ ഇഷ്ടമാണ്. ആ പൂവിനോട് ഇല സ്വയം കമ്പയർ ചെയ്ത് നോക്കിക്കൊണ്ട് എന്താ സംഭവിക്കുന്നത്? എന്നെ ആരും നോക്കുന്നൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മഹത്വമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അടിച്ചു താഴ്ത്തുന്നു, സ്വയം ദുഃഖിപ്പിക്കുകയാണ്. എന്നാൽ എന്നെങ്കിലും ഇലയ്ക്ക് പൂവായി മാറാൻ സാധിക്കുമോ? അതിനുവേണ്ടി ശ്രമിച്ചാൽ പോലും, അല്ലെ പൂവോ അല്ലെങ്കിൽ അതിലെ ഫലമോ, അതിലൊരു കായ്, അതിലൊരു പഴം നോക്കിയിട്ട് ഇല വിചാരിക്കുകയാണ് ആ പഴം എത്രത്തോളം ആളുകൾക്ക് ഉപകാരപ്രദമാണ്, എത്ര മധുരമാണതിന്, എന്തൊരു രുചിയാണ്, എന്തൊരു ഗന്ധമാണതിന്, എല്ലാവരും എത്രത്തോളം ആ പഴത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഒരു ഇലയായ എന്നെ ആർക്കും വേണ്ട, ഒന്നിനും വേണ്ടിയും ആരും കാത്തിരിക്കുന്നൊന്നുമില്ല, ആരും മൈൻഡ് ചെയ്യാറ് പോലുമില്ല. ഇനി വൃക്ഷത്തിൻ്റെ തടി കണ്ടിട്ട് ഇല വിചാരിക്കുകയാണ് എന്തൊരു കരുത്താണ് ആ തടിക്കൊക്കെ. ഇങ്ങനെ ഇലയുടെ കരുത്തറിയാതെ, കഴിവിനെ ഒരിക്കൽ പോലും ചിന്തിക്കാതെ, മനസ്സിലാക്കാതെ ആ വൃക്ഷത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് സ്വയം ദുഃഖിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഇലയുടെ അവസ്ഥ എന്താവും? ആ ഇല സ്വന്തം ജോലി ചെയ്യാതെ ഇതുപോലെ മറ്റു ഭാഗങ്ങളിലേക്ക് പൂക്കളെയും കായിനെയും ഒക്കെ നോക്കിക്കൊണ്ട് അതായി മാറാനായിട്ടുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ എന്നെങ്കിലും ആ ഇലയ്ക്ക് വിജയം ഉണ്ടാവുമോ? ഒരിക്കലും ആ ഇലയ്ക്ക് വിജയം ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ആ ഇല സ്വന്തം ജോലി ചെയ്യുന്നില്ല എന്നുള്ളതിനാൽ അതിൻ്റെ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള കരുത്ത് കൂടി ഇല്ലാതെയാവും. അപ്പോൾ ജീവിതത്തിൽ എന്നും ദുഃഖം വിളിച്ചു വരുത്താനായിട്ടല്ലേ ഈ ഒരു ചിന്ത കാരണമാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തമായിട്ട് അവനവൻ്റെ ഉള്ളിലേക്ക് തന്നെ, നമുക്ക് 5 ഇന്ദ്രിയങ്ങളില്ലേ, 5 കണ്ണുകളുണ്ട്. കണ്ണുകൾ 5 ഉള്ളടക്കി എന്ന് നാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് ഇതിനു വേണ്ടി കൂടി ഉപയോഗിക്കുക. എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഒരു അഭിരുചി എന്തിലാണ് എന്നറിയാൻ വേണ്ടി നമ്മുടെ കണ്ണുകളെ നമുക്കുള്ളിലേക്ക് കൂടി തിരിച്ചു വെച്ചൊന്ന് പരിശോധിക്കണം. ആ ജോലി എത്രത്തോളം മഹത്തരമാണ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എത്രത്തോളം നിസ്സാരമാണ്, എത്രത്തോളം വലുതാണ് എന്നുള്ളതല്ല, ഈ ഒരു പ്രത്യേക വിഷയത്തിൽ എനിക്ക് കഴിവുണ്ട്, ആ കഴിവുമായി തന്നെ ഞാൻ മുന്നോട്ട് പോവുക. അതെത്ര ചെറുതാണെങ്കിലും, ഇപ്പോൾ ഒരു വൃക്ഷത്തിലെ ഒരു ഇല, നല്ല സൂര്യപ്രകാശവും വെയിലൊക്കെ നന്നായി കിട്ടിയിട്ടുള്ള ഇലയ്ക്ക് നല്ല കരിമ്പച്ച കളറൊക്കെ വന്നിട്ടുണ്ടാവും, നല്ല കരുത്തുണ്ടായിരിക്കും, അതധികം ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ അധികം വെയിലില്ലാത്ത കുറച്ച് തണലിലേക്കൊക്കെ പോയിട്ടുള്ള ഇലയ്ക്കാണെങ്കിലോ അതിനത്ര വലിയ പച്ചപ്പോ അല്ലെങ്കിൽ അത്ര വലിയ വലിപ്പമോ ഒന്നും ഒരു പക്ഷേ ഇല്ലായിരിക്കാം. ഒരിത്തിരി ചെറിയ ശോഷിച്ച അല്ലെങ്കിൽ ചുളുങ്ങിയ ഒരു ഇലയായിട്ടൊക്കെ ആയിരിക്കാം അത് നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ വൃക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം ആ ഇല തനിക്കാവും വിധം ഈ ഒരു പ്രകാശ സംശ്ലേഷണം നടത്തിക്കൊണ്ട് ആ വൃക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ ആ ഇലയെ എല്ലാ കാലത്തും നിലനിർത്തുക എന്ന് പറയുന്നത് ആ വൃക്ഷത്തിൻ്റെ ആവശ്യമാണ്. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ജീവനുള്ളിടത്തോളം ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. അത് എന്താണെന്നില്ല, ഏത് തരത്തിലാണെന്നുള്ളതൊന്നുമല്ല, എത്രത്തോളം മഹത്തരമാണെന്നുള്ളതല്ല. കാരണം എത്രത്തോളം മഹത്തരം എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റുക? കമ്പയർ ചെയ്യുമ്പോഴാണ്. ഒരു ആളുടെ അഭിരുചിയും മറ്റൊരാളുടെ അഭിരുചിയുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഒരു പ്രത്യേക അഭിരുചി അനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് മാത്രമാണ് ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം.
ഈ ഒരു വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ടാവട്ടെ ഇനി മുന്നോട്ടുള്ള യാത്ര. ശരി, അപ്പോൾ എല്ലാവരും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടിരിക്കുക. താങ്ക് യു.